വീടുകളിലും ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന മുക്കുകളിലും പലരും കാണുന്നത് വെറും പാഴ്വസ്തുക്കളെയാണ്. എന്നാൽ ആ പാഴ്വസ്തുക്കളിലേക്ക് കണ്ണോടിച്ചപ്പോൾ മലയാളി വിദ്യാർത്ഥിയായ ലെവിൻ പൗലോസിന്റെ മനസ്സിൽ തെളിഞ്ഞത് ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വിസ്മയ ലോകമായിരുന്നു. പഴയ ഹാർഡ്ബോർഡ് പെട്ടികളും പഴകി പൊളിഞ്ഞ മോട്ടോറുകളും വയറുകളും ഒക്കെ ഉപയോഗിച്ച് വീട്ടുജോലികളിൽ സഹായിക്കുന്ന റോബോട്ടുകളെ ഉൾപ്പെടെ നിർമ്മിച്ച് വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ് ഈ കൊച്ചു മലയാളി. വലിയ ലാഭങ്ങളോ ചെലവേറിയ ഉപകരണങ്ങളോ ഇല്ലാതെ തന്നെ നിശ്ചയദാർഢ്യവും സർഗാത്മകതയും ഉണ്ടെങ്കിൽ എന്തും കൈപ്പിടിയിൽ ഒതുക്കാമെന്നാണ് ഈ കൊച്ചുമിടുക്കൻ തെളിയിക്കുന്നത്. ഒരു ചെറിയ മോട്ടോറും റീസൈക്കിൾ ചെയ്ത ഹാർഡ് ബോർഡുകളും ഉപയോഗിച്ച് ലെവിൻ നിർമ്മിച്ച ഹ്യൂമനോയിഡ് റോബോട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും തരംഗമായി മാറിക്കഴിഞ്ഞു. ചെറുതും പരിമിത സൗകര്യങ്ങളുമുള്ള തന്റെ വീട്ടിലിരുന്നാണ് ലെവിൻ ഈ അത്ഭുതങ്ങൾ ഓരോന്നായി മെനഞ്ഞെടുക്കുന്നത്. ലളിതമായ പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലാണ് ലെവിൻ ജനിച്ചതും വളർന്നതും. ഉപകരണങ്ങൾ വയ്ക്കാൻ പ്രത്യേക വർക്ക്ഷോപ്പോ വലിയ സൗകര്യങ്ങളോ ലെവിന്റെ വീട്ടിലില്ല. എങ്കിലും വീടിന്റെ ഒരു ചെറിയ മൂലയെ തന്റെ പരീക്ഷണശാലയാക്കി മാറ്റാൻ ഈ കൊച്ചുമിടുക്കൻ മടിച്ചില്ല. ഓരോ പുതിയ കണ്ടുപിടുത്തത്തിനും പുതിയ സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം തൻ്റെ കയ്യിലുള്ള ഒറ്റ ചെറിയ ഇലക്ട്രിക് മോട്ടോർ തന്നെ വെവ്വേറെ ആവശ്യങ്ങൾക്കായി ലെവിൻ വീണ്ടും വീണ്ടും പുനരുപയോഗിക്കുന്നു എന്നത് ഏതൊരു ശാസ്ത്രജ്ഞനെയും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പാടത്തു നിന്നും വീട്ടുമുറ്റത്തു നിന്നും ലഭിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ, ഹാർഡ് ബോർഡുകൾ, ആണി, സ്ക്രൂ, പഴയ ബാറ്ററികൾ എന്നിവയാണ് ലെവിൻ്റെ പ്രധാന നിർമ്മാണ സാമഗ്രികൾ. കേവലം പ്രദർശന വസ്തുക്കൾ എന്നതിലുപരി ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉതകുന്ന പ്രായോഗിക തന്ത്രങ്ങളാണ് ഈ 8ാം ക്ലാസ് വരെ നിർമ്മിച്ചെടുക്കുന്നത്. അമ്മയെ സഹായിക്കുക എന്ന ഒരു കൊച്ചാഗ്രഹമാണ് ഈ പരിശ്രമത്തിൻ്റെയൊക്കെ തുടക്കം. പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു ചെറിയ വീട്ടിലിരുന്നാണ് ലെവിൻ തന്നെ ഹാർഡ്ബോർഡ് റോബോട്ടുകളും മറ്റു ഉപകരണങ്ങളും നിർമ്മിച്ചെടുക്കുന്നത്. 2 ബാറ്ററിയും ഒരു ചെറിയ മോട്ടോറും കിട്ടിയാൽ ലെവിൻ പൗലോസിന്റെ മനസ്സിൽ ചെറുതരം യന്ത്രങ്ങൾ തെളിയും. കുറച്ച് കട്ടിക്കടലാസ് കൂടി കിട്ടിയാൽ ലെവിന്റെ പരീക്ഷണമായി. റോബോട്ടിക് ആനയെ ഉണ്ടാക്കാനാകും. സ്കൂൾ പഠനകാലത്ത് തുടങ്ങിയതാണ് പിറവം സ്വദേശിയായി ഈ കൗമാരക്കാരൻ്റെ യന്ത്രഭ്രമം. കയ്യിൽ ചായയുമായി വരുന്ന യന്ത്രമനുഷ്യൻ, മണിയടിക്കുന്ന യന്ത്രക്കൈ, അടുപ്പത്തെ കറി ഇളക്കുന്ന തവി, പാത്രം കഴുകുന്ന ബ്രഷ് തുടങ്ങി വീട്ടുജോലികൾ എളുപ്പമാക്കുന്ന പലതും ലെവിൻ്റെ മനസ്സിൽ വിരിഞ്ഞ ചെറിയ യന്ത്രങ്ങളാണ്. പിറവം പാലച്ചുവട് എടപ്പള്ളിച്ചിറ കൊട്ടാരക്കുന്നിൽ പൗലോസിൻ്റെയും കുഞ്ഞുമോളുടെയും ഏക മകനാണ് ലെവിൻ. അക്കാദമിക് പഠനത്തെക്കാൾ സാങ്കേതികമായ ഇത്തരം കാര്യങ്ങളോടാണ് ലെവിന് ചെറുപ്പത്തിലേ താല്പര്യമെന്ന് അമ്മ കുഞ്ഞുമോൾ പറയുന്നു. അവരിങ്ങനെ ഓരോ സാധനങ്ങളുണ്ടാക്കും. അല്പം കഴിഞ്ഞാൽ അത് അഴിച്ചു മാറ്റി മറ്റൊന്നുണ്ടാക്കും. എല്ലാത്തിനും അത് പ്രവർത്തിപ്പിക്കാൻ ചെറിയ മോട്ടോർ വേണം. കൂടുതൽ മോട്ടോർ വാങ്ങാൻ പണമില്ലാത്തതിനാൽ ഒന്നിൻ്റെ പണി കഴിഞ്ഞ് മോട്ടോർ അഴിച്ചു മാറ്റി മറ്റൊന്നിനെ ഘടിപ്പിക്കുന്നതാണ് പതിവ്. സാമ്പത്തികമായി കടുത്ത പിന്നോക്കാവസ്ഥയിലാണ് കുടുംബം. വീട്ടിലേക്ക് വഴിയില്ല. അമ്മ കുഞ്ഞുമോൾ രോഗിയാണ്. പിതാവ് പൗലോസിന് കാര്യമായി പണിയൊന്നുമില്ല. ആടുവളർത്തലാണ് കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം. സാമ്പത്തിക പരാധീനത മൂലം വീടുപണി തീർക്കാനുമായിട്ടില്ല. ഇതിനിടയിൽ മകന്റെ പരീക്ഷണങ്ങൾക്ക് പണം മുടക്കാനോ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനോ ഈ മാതാപിതാക്കൾക്ക് കഴിയാറുമില്ല. പരിമിതമായ സൗകര്യങ്ങളിലും പാഴ്വസ്തുക്കൾ കൊണ്ട് ചെറിയ യന്ത്രങ്ങൾ തയ്യാറാക്കുന്ന ലെവിനെ അടുത്തിടെ വി ഡി സതീശൻ അനുമോദിച്ചിരുന്നു. വീട് വൃത്തിയാക്കാനുള്ള വാക്യൂം ക്ലീനർ, ഒരു സ്വിച്ചിട്ടാൽ സ്വയം അടയുകയും തുറക്കുകയും ചെയ്യുന്ന ഓട്ടോമാറ്റിക് കർട്ടനുകൾ, അടുക്കളയിൽ ഭക്ഷണം കരിയാതെ ഇളക്കിക്കൊണ്ടിരിക്കാൻ സഹായിക്കുന്ന ഓട്ടോമാറ്റിക് കറി സ്റ്റിറർ എന്നിവ ലെവിൻ്റെ ആദ്യകാല കണ്ടുപിടുത്തങ്ങൾ ചിലതാണ്. ഇതുകൂടാതെ ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റൊട്ടി മേക്കർ, ചെറിയ ഹാൻഡ് റോക്കറ്റ് മാതൃകകൾ, ഫാൻ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന റിമോട്ട് കൺട്രോൾ സംവിധാനം എന്നിവയും ലെവിൻ നിർമ്മിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ലെവിനെ ആഗോള ശ്രദ്ധയിലേക്ക് ഉയർത്തിയത് അടുത്തിടെ നിർമ്മിച്ച ഹാർഡ് ബോർഡ് ഹ്യൂമനോയിഡ് റോബോട്ടാണ്. കാണാൻ ഭംഗിയുള്ള ഒരെണ്ണം ഉണ്ടാക്കുക എന്നതിനപ്പുറം വീട്ടിലെ വെള്ളമെടുക്കാനും ചെറിയ ജോലികൾ ചെയ്യാനും അമ്മയെ സഹായിക്കാനും ഈ റോബോട്ടിന് സാധിക്കും. പൂർണ്ണമായും ഹാർഡ് ബോർഡ് കഷ്ണങ്ങൾ കൃത്യമായി മുറിച്ചെടുത്ത് അസംബിൾ ചെയ്താണ് ലെവിൻ ഈ റോബോട്ടിൻ്റെ രൂപം തയ്യാറാക്കിയത്. എന്തായാലും ലെവിൻ ചെറിയ പ്രായമാണെങ്കിലും മിടുക്കനാണ്, മിടുമിടുക്കനാണ്.